വീട്ടിലേക്ക് പോയാൽ ഭർത്താവായാൽ മാറി, അച്ഛനായാൽ മാറി. അപ്പോൾ ഓരോ വ്യക്തിയുടെയും ധർമ്മം തിരിച്ചറിയണ്ടേ? നിങ്ങൾ സ്ഥലകാലം മാറുന്നതനുസരിച്ചിട്ട് നിങ്ങളുടെ ധർമ്മം മാറുന്നത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ എല്ലാ സ്ഥലത്തും ഒരുപോലെ സംസാരിക്കും, ഇല്ലേ? ഇപ്പോൾ ഭഗവത്ഗീതയിൽ പറയുന്ന സ്വധർമ്മോ നിധനശ്രേയ പരധർമ്മോ ഭയാവഹ എന്ന് പറയുമ്പോൾ സ്വധർമ്മം എത്രയേ ഉള്ളൂ ഇവിടെ. അതായത് രാജീവ് ഡോക്ടർ പ്രൊഫഷണലായിട്ടൊരു ബിസിനസ് ചെയ്യുന്ന ആൾ ആയുർവേദ വൈദ്യൻ്റെ ധർമ്മം ചെയ്താൽ പെട്ടു. അവിടെ ആയുർവേദ വൈദ്യൻ്റെ ധർമ്മമാണ്. അത് മാറിയിട്ട് ഇപ്പുറത്തേക്ക് വരുമ്പോൾ യു ആർ എ പ്രൊഫഷണൽ എന്ന് പറഞ്ഞ് മാറി പറയേണ്ടി വരും. ഒരു സമൂഹത്തിൽ സ്വസ്ഥവൃത്തനായിരിക്കാൻ, ശരീരത്തിനും മനസ്സിനും സുഖം ചെയ്യാൻ സംഗീതമാണ്. സംഗീതം വന്നു. ഇതിനെല്ലാം ഉപരി ഒരു സാധനമുണ്ട്, രാഷ്ട്രമാണ് ഇതിനെല്ലാത്തിനും നിർത്തുന്നത്. അതുകൊണ്ട് അർത്ഥശാസ്ത്രം ഒന്നും ചെയ്യാനൊന്നുമില്ല. ഞാൻ എൻ്റെ ജീവിതം എനിക്ക് തോന്നുന്നു നമ്മളുടെ സമൂഹത്തിൽ തന്നെ കാണും, കൃഷ്ണേട്ടാ ഞാൻ ഒന്നും ചെയ്യാറൊന്നുമില്ല, എൻ്റെ ജീവിതത്തിൽ നന്നായിട്ട് ചെയ്ത് എൻ്റെ അച്ഛനും അമ്മേനെ നോക്കി ആളുകൾക്ക് നന്നായിട്ട് പറഞ്ഞു. സത്യം, കഴിഞ്ഞ പരിപാടി നിങ്ങളുടെ നിത്യോപാസനയാണ്. നന്നായിട്ട് ജീവിച്ചാൽ പോരെ, കടന്നു പോകാൻ വേണമെന്നില്ല, ഉപാസന ഒന്നുമില്ല. വേണമെന്ന് ആര് പറഞ്ഞു? ഇപ്പം എൻ്റെ അടുത്ത് പലരും വയ്ക്കും നിത്യോപാസന ഇല്ലാതെ പറ്റുമോ? ഒരു നിർബന്ധമില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നാളെ ഹിതം ഇച്ഛ എന്നൊരു പ്രശ്നം ഉദിക്കില്ല. എന്തുകൊണ്ടായിരിക്കും? ഇത് ചെയ്താൽ ഇത് കിട്ടുമെന്ന് നിങ്ങൾക്ക് സാമാന്യ ബുദ്ധിയുള്ള നിങ്ങൾക്കറിയാം, ആണോ അല്ലയോ? നിങ്ങൾക്ക് കിട്ടാതെ വരുന്നപ്പോഴായിരിക്കും നിങ്ങൾ സംശയമുള്ളപ്പോൾ, റൈറ്റ് അല്ലേ? ഈ സംഭാഷണം ആരംഭിച്ചപ്പോൾ ചോദിച്ച അതേ ചോദ്യത്തിൻ്റെ ഒരു സൊല്യൂഷൻ സെൻട്രിക് ആയിട്ടുള്ളൊരു ചോദ്യമാണ് ഇപ്പോൾ ചോദിക്കാനുള്ളത്. അതായത് ഇത്രയും വലിയൊരു ജ്ഞാന സമ്പത്ത് ഭാരതത്തിനുണ്ട്. 50 ലക്ഷത്തോളം പുസ്തകങ്ങൾ ഇനിയും വായിച്ചെടുക്കാനുണ്ട്. ഓൾറെഡി എടുത്ത പുസ്തകങ്ങളിൽ തന്നെ പൂർണ്ണമായിട്ടുള്ള അർത്ഥം പുറത്തേക്ക് വന്നിട്ടില്ല. വായിക്കാൻ അറിയാത്തതുകൊണ്ടും അകത്തോട്ടുള്ള എൻട്രി എങ്ങനെയാണെന്ന് അറിയാത്തതുകൊണ്ടും വളരെ ഉപരിപ്ലവമായിട്ടുള്ള ഇൻഫർമേഷൻസാണ് നമുക്കുള്ളത്. ഇപ്പം നമ്മളൊക്കെ വായിക്കുന്നു എന്ന് പറയുന്ന പുസ്തകങ്ങൾ തന്നെ അതിൻ്റെ ഇംഗ്ലീഷ് തർജ്ജമയാണ്. അതിലെത്രത്തോളം ആത്മാവുണ്ടെന്ന് നമുക്കറിയില്ല. ഇവിടെയൊക്കെ ഈ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിട്ട് പോലും ഇത് ഇത്രയും എന്തോ ഉണ്ടെന്ന് തോന്നിക്കുന്നൊരു അനുഭൂതി ഇച്ചിരി കിട്ടുമ്പോൾ തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഇതിൻ്റെ ആഴത്തിലേക്ക് പോകണം എന്ന് കരുതുന്ന ഒരു ജ്ഞാന അന്വേഷിക്ക് എന്താണ് ഒരു വഴി എന്നുള്ള നിലയ്ക്ക് ഒന്നത്. 2 വളരെ സ്കാറ്റേർഡ് ആയിട്ടുള്ള കുറേ അറിവുകളാണോ, അതോ ഇതിനൊരു ഫ്ലോ ചാർട്ടുണ്ടോ, സ്ട്രക്ചറുണ്ടോ? എന്തറിഞ്ഞാലാണോ എല്ലാം അറിയുന്നത്? അങ്ങനെ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ, ഒരു ടൂളുണ്ടോ? പിന്നെ നമുക്കതിന് ഇനി റിവൈവ് ചെയ്യുന്നൊരു പദ്ധതി, ഇനിയിപ്പോൾ ഞാൻ വേറെ ചിലപ്പോൾ ഞാനൊരു എഞ്ചിനീയർ ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജോലിയിലുള്ള ആളായിരിക്കും. പക്ഷേ എനിക്ക് ഈ ജ്ഞാനശാഖയിലേക്ക് കയറാൻ ഞാനിപ്പോൾ വേറെ എന്തെങ്കിലും ആയിട്ടിരിക്കെ തന്നെ എന്തെങ്കിലും സാധ്യതയുണ്ടോ? അത് നമുക്കിനി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ? നമ്മൾ സാധാരണ മറ്റ് കാസ്റ്റ് നമ്മൾ ജാതി പറയാറില്ല, എന്നാൽ പോലും ഇപ്പോൾ ഹിന്ദുക്കളോട് ചോദിച്ചാൽ നിങ്ങളുടെ ട്രഡീഷണൽ പുസ്തകങ്ങൾ ഏതാണ്, ഏത് പഠിക്കണമെന്ന് വെച്ചാൽ നമ്മൾ പല പറയും. ഗീത പറയും, ബ്രഹ്മസൂത്രാദികൾ പറയും, ഇല്ലെങ്കിൽ വേദങ്ങൾ പറയും. മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഒരു ഗ്രന്ഥം ഉണ്ടെന്നുള്ളതാണ്. പക്ഷേ നമ്മളുടെ ഭാരതീയ ഇതിൽ 18 വിദ്യകൾ പറയും. 18 വിദ്യകളാണ് ഒരു വ്യക്തി പഠിക്കേണ്ടത്. അല്ല 4 എണ്ണം മാറ്റി വെച്ചോളൂ, 4 വേദങ്ങളായിട്ടുള്ളത് മാറ്റി വെച്ചോളൂ. അതവിടെ നിൽക്കട്ടെ. 14ആയോ? 14ലേക്ക് നിർത്താം. നമുക്കിപ്പോൾ പാഠ്യപദ്ധതിയെ കൊണ്ടുവന്ന് നമ്മൾ 14 എണ്ണത്തിലൂടെയാണ്. നമ്മൾ സാധാരണ മറ്റ് വിഭാഗങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ അവർ സ്പെസിഫിക് ടെക്സ്റ്റ് പറയും. നമ്മൾക്ക് അങ്ങനെ ഒരു പദ്ധതിയല്ല ഭാരതത്തിൻ്റെ പൗരാണിക പദ്ധതി എന്ന് പറയുന്നത് ആചരണമാണ്. നിങ്ങളത് നിത്യജീവിതത്തിൽ ആചരിക്കുന്നുണ്ടെന്നുള്ളതാണ് യഥാർത്ഥത്തിൽ. നിങ്ങൾ പോലും അറിയാതെ അത് നമ്മളുടെ നിത്യജീവിതത്തിൽ ആചരിക്കേണ്ടതെന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ പറയാം 4 വേദങ്ങൾ: ശിക്ഷ, കൽപ്പം, വ്യാകരണം, നിരുക്തം, ഛന്ദസ്, ജ്യോതിഷം. ഇതാണ് ആദ്യത്തെ 6 എണ്ണം. ഇത് നിങ്ങൾ ജീവിതത്തിൽ ആചരിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല. സാധാരണയായിട്ട് പറഞ്ഞാൽ പിന്നെ എന്ന് ചോദിക്കും, എന്താണെന്നേ മനസ്സിലായില്ല. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സംസ്കൃത വാക്കുകൾ പെട്ടുപോകുമ്പോൾ അത് ജീവിതത്തിൽ ആചരിക്കുന്നത് മിസ് ചെയ്യുന്നതുകൊണ്ടാണ്. ശിക്ഷ എന്ന് പറയുന്നത് ഉച്ചാരണ സ്ഥാനങ്ങളെ നിലനിർത്തുന്നതാണ്. എങ്ങനെ ഉച്ചരിക്കണം എന്ന് പഠിക്കുന്നതാണ് ശിക്ഷ. ഒരു കുഞ്ഞു കുട്ടി ജനിക്കുന്ന സമയത്ത് അവൻ ആദ്യം അച്ഛൻ അമ്മ എന്നോ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആദ്യം പറയും, മോനെ ഇങ്ങനെയല്ല പറയേണ്ടത്, ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു കൊടുക്കാറുണ്ടോ? ഇതേപോലെ തന്നെ ഒരു അക്ഷരങ്ങളെ എങ്ങനെ ഉച്ചരിക്കുമെന്ന് പഠിപ്പിക്കുന്ന ശാസ്ത്രശാഖയാണ് ശിക്ഷ. നിങ്ങളത് ചെയ്യുന്നുണ്ടല്ലോ? ഉണ്ട്, ചെറിയ രീതിയിൽ നിത്യജീവിതത്തിൽ ചെയ്യുന്നുണ്ട്. രണ്ടാമത് കൽപ്പമാണ്. കൽപ്യതേ വിധീയതേ ഇതി, എന്ത് എപ്പോൾ ചെയ്യണം എന്നുള്ളതാണ്. ഒരു കുട്ടി വളർന്നു വരുമ്പോൾ നിങ്ങൾ ആദ്യ അക്ഷരങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോൾ മുത്തശ്ശനടുത്ത് അടുത്ത് എന്തെങ്കിലും പറയുമ്പോൾ ഡാ മുത്തശ്ശനോടാണ് ഇങ്ങനെ പറയുന്നത്, ഇത് നമ്മൾ ചോദിക്കാറുണ്ട്. എന്തുകൊണ്ടായിരിക്കും? ആ ഭാഷ എവിടെ പറയണം എന്നുള്ളതാണ് ആ ഭാഷയുടെ പ്രായോഗികത ആണല്ലോ. അല്ലെങ്കിൽ ഒരു ക്രിയ എവിടെ ചെയ്യണം എന്നുള്ളതാണ്. ഇത് ക്രിയയിലേക്ക് യോജിപ്പിക്കാം, വൈദിക ക്രിയയിൽ നിൽക്കട്ടെ. പക്ഷെ നമ്മൾ നിത്യജീവിതത്തിലേക്ക് എടുക്കുമ്പോൾ നിങ്ങളൊരു ആശയത്തെ പറയുമ്പോൾ അത് ആരോട് പറയണം, എങ്ങനെ പറയണമെന്ന് ചിന്തിപ്പിക്കുന്നതാണ് അല്ലേ? ഇങ്ങനെ തന്നെയാണല്ലോ ജീവിതത്തിൽ ഇത്. അപ്പം മോൻ്റെ അടുത്ത് പറയും, മോനെ അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ പറയാൻ പാടില്ല, അമ്മയുടെ അടുത്ത് ഇങ്ങനെ പറയും. ഇപ്പോൾ കൽപ്യതയെ വിധീയതയെ, ഈ പഠിച്ചതായ ഭാഷ എവിടെ എങ്ങനെ പ്രയോഗിക്കണം എന്ന് പഠിപ്പിക്കുന്നതാണ് കൽപ്പം.
അത് നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്നുണ്ട്. കൽപ്പം കഴിഞ്ഞാൽ വ്യാകരണമാണ്. വ്യാകരണം എന്ന് പറഞ്ഞാൽ സാമാന്യമായിട്ട് പ്രായോഗികമായിരിക്കുന്ന അക്ഷരങ്ങൾ എങ്ങനെ വരുന്നു, ആ പദങ്ങൾ എങ്ങനെ വരുന്നു പഠിപ്പിക്കുന്നതാണ്. വ്യാക്രിയത്തെ അനേനീതി, എങ്ങനെയാണ് ഈ പദങ്ങളെ യോജിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ സെൻറ്റൻസ് എങ്ങനെയാണെന്നെല്ലാം കുട്ടികളെ പറഞ്ഞു കൊടുക്കും. ആണല്ലോ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത്. പിന്നെ പദങ്ങളെ പിരിച്ച് എങ്ങനെയൊക്കെയാണ് വരുന്നതെന്നാണ്. ആണല്ലോ, ഇത് തന്നെയാണ് വ്യാകരണം. അടുത്തത് നിരുക്തമാണ്. ഓരോ വാക്കുകൾ നമ്മൾ പറയുമ്പോൾ മോനെ ഈ വാക്ക് ഇവിടെ പ്രയോഗിക്കരുത്, ഇവിടെ ഇങ്ങനെ പ്രയോഗിക്കണം, ഇവിടെ ഈ അർത്ഥം ഇങ്ങനെയല്ല പറഞ്ഞു കൊടുക്കാറില്ലേ. ഇത് തന്നെയാണ് നിരുക്തം. വിശേഷവാചിയായി നമ്മൾ അതിൻ്റെ പദത്തിൻ്റെ റൂട്ടഡായ അർത്ഥം പറഞ്ഞു കൊടുക്കുന്നതാണ് നിരുക്തം. ഇനിയുള്ളത് ഛന്ദസ്സും ജ്യോതിഷമാണ്. ഛന്ദസ് എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചു നീട്ടി വായിക്കുമ്പോൾ, നീ എന്തിനാണ് നീട്ടി പറയുന്നത്, മര്യാദയ്ക്ക് വർത്താനം പറയാറില്ലേ. ഈ ഇങ്ങനെ മലയാളം വലിച്ചു നീട്ടണം എന്തിനാ, ഭാഷ ഉറപ്പിച്ച് പറയൂ, ഇങ്ങനെയല്ലേ പറയുക. എന്തുകൊണ്ടായിരിക്കും? ഒരു പദം പറയുമ്പോൾ ഞാൻ പറയുന്ന ഭാഷ എന്ന് പറയുന്നത് മറ്റൊരാൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്. അതുകൊണ്ട് സംഗീതമൊന്നും കൊണ്ടുവരണ്ട, മര്യാദയ്ക്ക് വർത്താനം പറയാറില്ലേ. ഇത് തന്നെയാണ് ഛന്ദസ്. അതായത് ഒരു പദം പ്രയോഗിക്കുമ്പോൾ എത്രമാത്രം ഒരെണ്ണത്തിന് കൊടുക്കണം, എത്ര കൊടുത്താലാണ് മറ്റൊരാൾക്ക് മനസ്സിലാവുക, ഇത് പറഞ്ഞ് പഠിപ്പിക്കുന്നതാണ് ഛന്ദസ്. ആണല്ലോ. ഈ 5 സാധനവും നിലനിൽക്കുന്നത് കാലത്തെ വെച്ചുകൊണ്ടാണ്. ഏത് കാലത്ത് ഏത് അവസ്ഥയിൽ നമ്മൾ ജീവിച്ചാലാണ് ഇതെല്ലാം കൃത്യമായി നിൽക്കുക. ഇത് പഠിക്കുന്നതാണ് ജ്യോതിഷം. കാലഗണന, രാവിലെ കുളിക്കണം, ഉച്ചയ്ക്ക് ഇത് ചെയ്യണം, ഇതാണ് ഈ 5 എണ്ണത്തിൻ്റെ ആധാരമായിട്ട് നിൽക്കുന്നത് അല്ലേ. അതുകൊണ്ട് ജ്യോതിഷം കാലഗണനയിലേക്ക് എത്തി. ഈ 6 എണ്ണം നമ്മുടെ നിത്യജീവിതത്തിൽ നിത്യമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ആണല്ലോ. ചെറിയ അളവിലാണോ വലിയ അളവിലാണോ, വലുതാവും തോറും നമ്മൾ കൂടുതലാവും. ഒന്ന് ചെറിയ അളവ് അല്ലെങ്കിൽ നമുക്ക് ശരിയെന്നുള്ള തോന്നിയ രീതിയിൽ. അതെ, അതിലാണ് നമുക്ക് ഉറപ്പില്ലാത്തത്. നിങ്ങൾ ഇപ്പോൾ ആയുർവേദ ഡോക്ടർ എന്ന രീതിയിൽ ഇത് നിത്യജീവിതത്തിൽ അഭ്യസിക്കാത്ത ഒരു സമയവും രാജീവ് എന്ന വ്യക്തിക്ക് ഇല്ല. നോക്കിക്കോളൂ, നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കും. കാരണം ഒരു രോഗിക്ക് കൊടുക്കേണ്ട വാക്ക് നോക്കണം, അത് എപ്പോൾ എങ്ങനെ കൊടുക്കണം എന്ന് നോക്കണം, വാക്ക് പിഴയ്ക്കുന്നുണ്ടെന്ന് നോക്കണം, പറയുന്ന വ്യക്തിയുടെ അർത്ഥം കൃത്യമാക്കണം. കാരണം ഞാൻ പറയുന്നത് തന്നെ ആവണം നിർബന്ധമില്ല രോഗി സ്വീകരിക്കുന്നത് അല്ലേ. അത് ഞാൻ പറയുന്നത് അവർക്ക് കൃത്യമായി മനസ്സിലാക്കേണ്ടുള്ള ഭാഷ ഉണ്ടാക്കണം ഇല്ലേ. അതുകൊണ്ടാണ് ദർശന പ്രശ്ന സ്പർശനം. പ്രശ്നം വളരെ കൃത്യമായിരിക്കണം, മറ്റുള്ളവന് മനസ്സിലാകുന്ന രീതിയിലായിരിക്കണം, അവർ പറയുന്നത് കേൾക്കാൻ തയ്യാറാവണം. ഇതൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. കാലത്തും ദേശം അനുസരിച്ച് മാത്രമേ നമുക്ക് ദിനചര്യ ഋതുചര്യം പറയാൻ പറ്റൂ. അപ്പം നിങ്ങളെ സംബന്ധിച്ചുള്ള ഈ 6 എണ്ണം 24 മണിക്കൂർ നിങ്ങൾ പ്രയോഗിക്കുന്നുണ്ട് ഇല്ലേ? ഉണ്ട്. ഇനിയുള്ളത് നമുക്ക് ഇതെല്ലാം ആധാരമായിട്ട് നിൽക്കുന്ന ഈ വാക്കുകളെല്ലാം നിലനിൽക്കുന്നത് ഇനിയുള്ളതാണ് ധർമ്മം. കാരണം നമ്മളിപ്പോൾ ഇരിക്കുന്ന ധർമ്മം മാറിയിട്ട് രാജീവ് എന്നൊരു വ്യക്തി അല്ലെങ്കിൽ രാജീവ് എന്ന ഡോക്ടർ അപ്പുറത്തെ റൂമിൽ പോയി വൈദ്യനായിട്ടിരുന്നാൽ ധർമ്മം മാറി ഇല്ലേ. വീട്ടിലേക്ക് പോയാൽ ഭർത്താവായാൽ മാറി, അച്ഛനായാൽ മാറി. അപ്പോൾ ഓരോ വ്യക്തിയുടെയും ധർമ്മം തിരിച്ചറിയണ്ടേ. നിങ്ങൾ സ്ഥലകാലം മാറുന്നതനുസരിച്ചിട്ട് നിങ്ങളുടെ ധർമ്മം മാറുന്നത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ എല്ലാ സ്ഥലത്തും ഒരുപോലെ സംസാരിക്കും ഇല്ലേ. ഇപ്പം ധർമ്മം എന്ന് പറയുന്നത് എനിക്ക് സ്ഥിരമായ ഒന്നല്ല എന്നാണോ പറയണേ? ആണല്ലോ. ധ്രിയതൈരി ധർമ്മ, അടിസ്ഥാന ധർമ്മം ഉണ്ടാവും. പക്ഷെ ഓരോ സ്ഥലങ്ങളിലും ധർമ്മം വേറെയല്ലേ. ഇപ്പം ഞാൻ ഈ വേഷം ഇട്ടാൽ ധർമ്മം വേറെയാണ് ഇല്ലേ. ഇപ്പോൾ അധ്യാപകൻ എന്ന് പറയുന്ന വ്യക്തി എന്ന് വിചാരിക്കും, അവിടെ അധ്യാപക ധർമ്മമാണ്. അത് വീട്ടിലെത്തിയാൽ അമ്മയായി, പുറത്തേക്ക് ഇറങ്ങിയാൽ സാമൂഹ്യ ഇതായി, ഒരു അച്ഛൻ്റെ മുമ്പിലെത്തിയ മകളുടെ ധർമ്മമാണ്. ഓരോരുത്തരും മാറിയില്ലേ. അപ്പോൾ പക്ഷെ അപ്പം ഭഗവത്ഗീതയിൽ പറയുന്ന സ്വധർമ്മോ നിധനശ്രേയ പരധർമ്മോ ഭയാവഹ എന്ന് പറയുമ്പോൾ സ്വധർമ്മ എത്രയേ ഉള്ളൂ ഇവിടെ. അതായത് രാജീവ് ഡോക്ടർ പ്രൊഫഷണലായിട്ടൊരു ബിസിനസ് ചെയ്യുന്ന ആൾ ആയുർവേദ വൈദ്യൻ്റെ ധർമ്മം ചെയ്താൽ പെട്ടു. അവിടെ ആയുർവേദ വൈദ്യൻ്റെ ധർമ്മമാണ്. അത് മാറിയിട്ട് ഇപ്പുറത്തേക്ക് വരുമ്പോൾ യു ആർ എ പ്രൊഫഷണൽ എന്ന് പറഞ്ഞ് മാറി പറയേണ്ടി വരും. അപ്പോൾ ഓരോ സ്ഥലങ്ങളിലും ധർമ്മം വേറെ ഉണ്ടേ, മാറി കലർപ്പാവാതിരിക്കുക. അവിടെ സമൂഹത്തില് മൂല്യച്യുതി ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ധർമ്മങ്ങളില്ല, നിങ്ങൾക്ക് എന്തും എവിടെയും ചെയ്യാമെന്നുള്ള ഒരു മെസ്സേജ് കൊടുത്താൽ നിങ്ങൾ ഏത് വേണമെങ്കിലും ചെയ്തോളൂ. ഇപ്പോൾ ശ്രീലക്ഷ്മി എന്നൊരു അധ്യാപിക ബിസിനസ് ചെയ്യാൻ പോകുന്നു. അവിടെ 2 കൂട്ടിക്കൊഴിക്കായിരുന്നാൽ മതി. നിങ്ങൾ ബിസിനസ് ചെയ്യുമ്പോൾ ആ ധർമ്മം അനുഷ്ഠിച്ചോളൂ. പക്ഷേ അധ്യാപനത്തിലേക്ക് കൊണ്ടുപോയിട്ട് ബിസിനസ് ചെയ്യരുത്. ഈ ഒരു പവിത്രത നമ്മള് കൂടെ കൊണ്ടു നടക്കാതെ വരുമ്പോഴാണല്ലോ സമൂഹത്തിന് മൂല്യച്യുതി. അതെ, സത്യം. കാരണം എന്താ വെച്ചാൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പണ്ടുണ്ടായിരുന്ന എളുപ്പത്തിൽ ഉദാഹരണം പറയാം. ഒരു കൃഷിക്കാരൻ നോക്കൂ. ഒരു കൃഷിക്കാരന് പടവലങ്ങയോ മത്തങ്ങയോ എന്തോ ഉണ്ടാക്കി. ഏറ്റവും നല്ല വിത്ത് എന്തിനു വേണ്ടി മാറ്റി വയ്ക്കുമായിരുന്നു പണ്ട്? വിതയ്ക്കാനായിട്ട് അല്ലേ? എന്തുകൊണ്ടായിരുന്നു? അവൻ്റെ ധർമ്മം കൃഷിയാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അടുത്ത വരാൻ വേണ്ടി ഏറ്റവും നല്ലത് ചെയ്യും. ആണല്ലോ. ഇനി ഒന്ന് തിരിച്ചു പറയും. അദ്ദേഹം ഒരു ബിസിനസ്സുകാരനായിട്ട് കൃഷിപ്പണിക്കാരിരുന്ന് എന്തായിരിക്കും ചെയ്യുക? എന്തുകൊണ്ട് വിൽക്കും? പ്രോഫിറ്റാണ്. അപ്പം ഇനി പറയൂ, രണ്ടിൻ്റെയും ധർമ്മം രണ്ടല്ലേ?
അപ്പോൾ ഒന്നല്ലെങ്കിൽ നിങ്ങൾ അതായിരിക്കുമ്പോൾ ആ ധർമ്മം അനുഷ്ഠിക്കൂ, ഇല്ലെങ്കിൽ സ്വധർമ്മം നിധനം ശ്രേയ പരധർമ്മോ ഭയാവഹ. ഇത് അടുത്ത സ്റ്റേജിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഭയത്തെ പ്രദാനം ചെയ്യും. എന്തുകൊണ്ടായിരിക്കും? നാശം. ഇതിനെ തിരിച്ചറിഞ്ഞാൽ കളി ജയിച്ചു. ശ്രദ്ധിച്ചോളണം, ഞാൻ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പറയുന്നത് അത് ചെയ്യണ്ട എന്നല്ല, അവിടെ കൊണ്ടേ രണ്ടിനെയും കലർപ്പാക്കരുത്. വിദ്യാഭ്യാസ മേഖലയിലായാലും ആരോഗ്യ മേഖലയിലൊക്കെ ആയാലും കേരളം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഇത് തന്നെയാണ്. ഇതാണ് എന്ന് വെച്ചാൽ നമ്മൾ എല്ലാവർക്കും ചെയ്യാമല്ലോ, ചെയ്തുകൊള്ളൂ. ഞാൻ പറയേണ്ട എല്ലാം എല്ലാവരും അറിയണം. ഞാനും ബിസിനസ് മാനേജ്മെന്റ്, പക്ഷേ എല്ലാത്തിനെയും കൂട്ടിക്കൊഴിച്ചാൽ എന്താ കാര്യം വെച്ചാൽ ഒന്നിനും അസ്തിത്വം ഇല്ലാതെയാവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട നിങ്ങൾ ബിസിനസ്സുകാരനെ ഇരുന്നുള്ളൂ. ഫോർ എളുപ്പത്തിൽ പറഞ്ഞാൽ ഒരു ആയുർവേദ ഡോക്ടർ എന്നല്ലെങ്കിൽ രാജീവ് ഡോക്ടർ ആയുർവേദത്തിൻ്റെ ധർമ്മം മാറ്റി ചിന്തിച്ച് ജീവിക്കാൻ പറ്റില്ല എന്ന് കരുതി ആയുർവേദം മുഴുവനായിട്ട് ബിസിനസ്സുകാരനാക്കണം എന്നല്ല പറയുന്നത്. ആ ധർമ്മത്തെ പൂർണ്ണമായി ചെയ്യുകയും ഒപ്പം തന്നെ അപ്പുറത്തെ സൈഡിൽ ആ ധർമ്മത്തിന് അനുകൂലമായ വൃത്തിക്ക് ചെയ്തോളൂ, വൈശ്യവൃത്തി വേണ്ടെന്നല്ല. പക്ഷേ ഇതെല്ലാം കൂടെ കൂട്ടിക്കൊഴിച്ചാൽ നിങ്ങൾക്ക് കുറച്ച് മുമ്പുള്ള വിത്ത് മാറിപ്പോകും. ഇതേപോലെ തന്നെ ക്ഷത്രിയത്വവും വരാം. വൈശ്യൻ ക്ഷത്രിയനായാൽ എന്തായിരിക്കും സംഭവിക്കുക? ഞാൻ ഇത് പറയുന്നല്ല, വർണ്ണത്തെ പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ബിസിനസ്സുകാരനായ ഒരാൾ ക്ഷത്രിയനായ എന്ത് സംഭവിക്കും? കസ്റ്റമറോട് ചൂടാവും, വഴക്കിടും. കത്തിയില്ല. നേരെ തിരിച്ചും സ്വന്തം പൊളിറ്റിക്കൽ പവർ എന്തൊരു ബിസിനസ്സിന് വേണ്ടി ചെയ്യും? അപ്പോൾ അഴിമതിക്കാരനാവും. ശരിയല്ലേ? ഇപ്പോൾ ഒന്നങ്ങോട്ട് കലർപ്പ് വരുമ്പോഴാണ്, അവിടെയാണ് അട്ടിമറിയിട്ട് പറയുന്നത് സ്വധർമ്മം. എവിടെ നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ, അതിൻ്റെയാണ് സ്വധർമ്മം എന്ന് പറയുന്നത്. നിങ്ങൾ എന്തുകൊണ്ട് ഞാൻ ഇതായിക്കൂടാ? ആയിക്കോളൂ, വിരോധമൊന്നുമില്ല. ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്ന സന്യാസിയായിട്ടാണ്. ഇതേ സന്യാസിയായിരുന്നുകൊണ്ട് ഞാനൊരു രക്ഷാധികാരിയായാൽ എന്തായിരിക്കും സംഭവിക്കുക? പറയും. എല്ലാവരും സമന്മാരാണ്. സമ്മതിക്കുമോ? പാകിസ്ഥാൻ യുദ്ധം ചെയ്യുന്ന സമയത്ത് ഞാൻ ഇവിടെ വന്നിട്ട് ബ്രഹ്മസൂത്രം പറഞ്ഞാൽ അവിടെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ധർമ്മം രക്ഷാധികാരിത്വമാണ്. അതുകൊണ്ട് ഈ സാധനമല്ല, അധ്യാപനമല്ല എൻ്റെ വൃത്തി, രക്ഷയാണ്. അവിടെ രക്ഷ തന്നെ വേണ്ടേ? ഇതാണ്. അപ്പോൾ സ്വധർമ്മം നിധനം ശ്രേയ എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചുള്ള വിചാരം ഈ നാല് പേർക്ക് വിധിച്ചിട്ടുള്ളത്. അങ്ങനെയല്ല, നിങ്ങൾ ഏത് ഭാഗത്താണോ ഇരിക്കുന്നത് അതിൻ്റെ പൂർണ്ണത നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഈ പരമ്പരകൾ തന്നെ പല സമയത്തും ഈ ധർമ്മ സംരക്ഷണം ആഹ്വാനം ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇന്നും അതിൻ്റെ റെലവൻസ് ഉണ്ടാകുന്നു. ഇപ്പോൾ കുംഭമേളയിലായാലും അല്ലെങ്കിൽ ഈ ഒരു റെലവൻസ് ഇപ്പോഴും ആളുകളിലേക്ക് എത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഇന്നത്തെ ആവശ്യകത ആയതുകൊണ്ട് തന്നെയാണ്. ഈ പരമ്പരകൾ ആളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു, അല്ലെങ്കിൽ ആളുകളും ആ ഗുരുക്കന്മാരുമായിട്ടുള്ള ഒരു ഇത് ഇന്നും നടക്കും എന്നുള്ളതിൻ്റെ ഒരു തെളിവ് തന്നെയാണല്ലോ. സത്യം. നമുക്ക് രണ്ട് തരത്തിലാണ്. നമുക്ക് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് പഴയ ആളുകൾ, ഈ രണ്ട് ടെക്നോളജിക്കൽ ഡിഫറൻസസ് എന്ന് പറയും. ഇപ്പോൾ എനിക്കിങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത് ഞാൻ പഴയതിൻ്റെ ഒപ്പം തന്നെ പുതിയതും കൂടെ നടക്കുന്നതുകൊണ്ടാണ്. പക്ഷെ ഇന്നിപ്പോൾ ഒരു 60 വയസ്സ് 65 വയസ്സുള്ള ഗുരുനാഥന്മാർക്ക് ഇന്നത്തെ കാലത്തിൻ്റെ അനുസരിച്ച് മനസ്സിലായെന്ന് വരില്ല. അപ്പോൾ നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് അവരുടെ വിഷയത്തെ മനസ്സിലാക്കുകയും അത് ഇന്നത്തെ കാലത്തിന് അനുയോജ്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മൾ മുൻപോട്ടേക്ക് വരിക എന്നത് മാത്രമാണ് വഴി. മനസ്സിലായില്ലേ? ഒരു വയ മീഡിയം അത്രേ പറ്റൂ നമുക്ക്. കാരണം അവരെ ചേഞ്ച് ചെയ്യാൻ പ്രതികരിക്കരുത്, സമ്മതിക്കില്ല അവർ. കാരണം വെച്ചാൽ അവർ ഇന്നലെ വരെയും കണ്ടിട്ടില്ല. ഒരു കമ്പ്യൂട്ടർ മൊബൈലും കൊണ്ടിട്ട് നിങ്ങൾ സഹസ്രനാമാദികളോ അല്ലെങ്കിൽ പൂജ ചെയ്യാനോ സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പഴയ ട്രഡീഷനിൽ സമ്മതിക്കില്ല. കാരണം വെച്ചാൽ അവരത് കണ്ടിട്ടില്ല, അവരുടെ കുറവല്ല അത്. അങ്ങനെയാണ്. ബഹുമാനത്തോടെ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് മേടിക്കേണ്ടതായ ശിക്ഷ സ്വീകരിക്കുക. എന്നിട്ട് കാലത്തിന് അനുയോജ്യമായി അദ്ദേഹത്തിന് അനുവാദത്തോട് മുമ്പിലേക്ക് കൊണ്ടുപോവുക. ഇപ്പോൾ പണ്ട് നമ്മൾ പഠിച്ചിരുന്നത് പുസ്തകം തന്നെയാണ്. ഇന്ന് നമ്മൾ പുസ്തകം എടുക്കാറില്ല. പണ്ട് ഗ്രന്ഥപൂജ എന്നൊരു സാധനം ഉണ്ടായിരുന്നു. ഇന്നോ ഗ്രന്ഥത്തെ നമസ്കരിച്ചിട്ടൊക്കെയാണ് നമ്മൾ പഠിച്ചിരുന്നത്. ഇന്ന് മൊബൈലാണ് മുഴുവനായിട്ട്. അപ്പോൾ ആ കാലത്ത് അങ്ങനെയായിരുന്നു. ഇന്ന് കുട്ടികൾ അപ്ഡേറ്റഡ് ആയതുകൊണ്ട് അവരുടെ അനുവാദത്തോടു കൂടി മുമ്പിലേക്ക് പോവുക. കാലത്തിന് അനുയോജ്യമായ മാർഗമാണ്. നിങ്ങൾ പഠിക്കുകയും ആ ധർമ്മത്തെ മനസ്സിലാക്കിക്കൊണ്ടവന് മുമ്പിലേക്ക് പോവുക. ഇത്ര ചെയ്താൽ മതി. 18 വിദ്യകൾ എന്ന് പറയുന്നതിൽ 4 വേദം കഴിഞ്ഞു, 6 വേദാംഗങ്ങളായി. അടുത്ത ധർമ്മശാസ്ത്രമാണ്. അതായത് ഓരോ വ്യക്തികളെയും ധർമ്മത്തെ തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് ആപ്ലിക്കേഷൻ മനസ്സിലാവൂ. ശരിയല്ലേ? ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ചോദ്യം ചോദിക്കുന്നത് നിങ്ങളിപ്പോൾ ചോദിച്ച ചോദ്യമാണ് യുക്തി. എങ്ങനെ, എവിടെ, ഏത് തരത്തിൽ നിന്നുള്ള നിങ്ങളുടെ യുക്തി എങ്ങനെ പഠിപ്പിക്കും? അവിടെയാണ് തർക്കം, ന്യായശാസ്ത്രം വരിക.
യുക്തി വേണ്ടേ? ഒരു വ്യക്തി പഠിപ്പിക്കുക, ശ്രദ്ധിച്ചാൽ മതി. ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങളുടെ യുക്തിയാണ് ഞാൻ വീണ്ടും 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 എടുത്തിരുന്നത്. ഇതാവാൻ സാധ്യതയുണ്ടോ, എങ്ങനെ സാധ്യമാവുന്നത് പഠിപ്പിക്കുക ചെയ്യുക. ഇപ്പോൾ ഒരു സ്ഥലത്ത് എങ്ങനെ ഏത് തരത്തിലാവണമെന്ന് നിങ്ങളുടെ യുക്തി പഠിപ്പിച്ചു കൊടുക്കും. എങ്ങനെ കാണണം, പ്രത്യക്ഷമായിട്ടാണോ, അനുമാനമായിട്ടാണോ, ഉപമാനമായിട്ടാണോ, ശാബ്ദമായിട്ടാണോ, പറയുന്നത് ശരിയാണോ, ഇതിനെല്ലാം വിശേഷമായിട്ട് ഓരോ തിയറിയെ കൊണ്ട് നമ്മൾ ഉറപ്പിക്കും. ഇതാണ് ന്യായം. ക്ലിയർ ആയല്ലോ? അപ്പോൾ യുക്തി ചിന്ത വന്നു. ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോക്കേണ്ടത് അത് ആചരിക്കുക എന്നുള്ളതാണ്, അല്ലേ? അപ്പോൾ മീമാംസ വരികയാണ്. മനോബോധന, നിങ്ങൾ മനസ്സിലാക്കിയൊരു സാധനത്തെ അത് സ്വന്തം ജീവിതത്തിലേക്ക് എടുത്ത് അതിൻ്റെ ശരിയും തെറ്റുകളെയും തിരിച്ചറിയാനുള്ള മീമാംസ പറഞ്ഞു കൊടുക്കും. ഇങ്ങനെ ആചരിക്കണം, നിങ്ങൾ ഇങ്ങനെ ചെയ്യണം. ഇപ്പോൾ ഞാനും പറയുന്നത് അങ്ങനെയാണ്, നിങ്ങൾ ഇങ്ങനെ ചെയ്യൂ. ശ്രദ്ധിച്ചോ, ഇങ്ങനെ ആകാം എന്നല്ല പറയുക, ഇങ്ങനെയാണ് എന്നാണ് പറയുക. എന്തുകൊണ്ടായിരിക്കും? ആചരിച്ച് അനുഭവിച്ചതുകൊണ്ട് ഇങ്ങനെ വരും എന്ന് ഉറപ്പാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യണം എന്ന് പറയും. ക്ലിയർ ആയല്ലോ? അടുത്തത് വരുന്നത് പുരാണമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പുരാഗ്രഗമനെ, മുമ്പിലേക്ക് നയിക്കാനുള്ള ഉപാധിയാണ്. അപ്പോൾ ഒരു ഗുരുനാഥൻ്റെ അടുത്ത് വന്നിട്ട് ഇത് മുഴുവൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്കും മനസ്സിലാവില്ല. അപ്പോൾ എന്ത് ചെയ്യും? കഥാ ഇതിവൃത്തങ്ങളെ പലതരത്തിൽ യോജിപ്പിക്കും. ചിലവർക്ക് നേരിട്ട് പറഞ്ഞു തരാൻ പറ്റുന്നത് നേരെ പറയും, അഹം ബ്രഹ്മാസ്മി. രണ്ടാമത്തവർ കർമ്മഠന്മാരായിട്ടുള്ളത് ഇല്ലെങ്കിൽ 2-3 പ്രാവശ്യം പറയേണ്ടത് കഥ പറയും. ഹരിശ്ചന്ദ്രൻ്റെ കഥ, സത്യത്തിൻ്റെ ആവശ്യകത എന്താണ്, ധർമ്മം എന്താണ്, മഹാഭാരതവും രാമായണവും ഒക്കെ പറഞ്ഞ് ഇതിവൃത്തങ്ങളെ വെച്ചുകൊണ്ട് നമ്മൾ ഈ വിഷയങ്ങളെ, ഏതൊക്കെ, ശിക്ഷ, കൽപ്പം, വ്യാകരണത്തെ മുഴുവനും കഥാപാത്രങ്ങളാക്കിക്കൊണ്ട് പുരാണത്തെ കൊണ്ട് പറഞ്ഞു കൊടുക്കും. ക്ലിയർ ആയല്ലോ? അപ്പം മെമ്മറൈസ് ആയി. ഇപ്പോൾ നോക്കൂ, ബാഹുല്യാഷ്ടകം പറഞ്ഞത് മുഴുവനും ഒരു ആശയത്തെ വെച്ചുകൊണ്ടാണ്. ഇതേപോലെ പുരാണ കഥാപ്രസംഗങ്ങളിലൂടെ നമ്മൾ എന്തിനു വിശദീകരിക്കും? ആശയങ്ങളെ സ്പഷ്ടമാക്കും. ക്ലിയർ ആയല്ലോ? ഇനിയുള്ള നമുക്ക് വരുന്നത് ഏതാണെന്ന് വെച്ചാൽ ശരീരം ഖലു ധർമ്മസാധനം. നമ്മൾ ഈ 11ാമത്തെ പറഞ്ഞത് ധർമ്മം ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് വേണം? ശരീരം വേണം. അപ്പോൾ ആയുർവേദം പഠിപ്പിച്ചു, നിങ്ങൾ ദിനചര്യ ഇങ്ങനെ അനുസരിക്കണം, ഋതുചര്യ ഇങ്ങനെ അനുസരിക്കണം. എന്നാൽ മാത്രമേ വായു കൃത്യമാവുകയും വാക്ക് കൃത്യമാവുകയും ചെയ്യൂ. ശരിയല്ലേ? എൻ്റെ ശരീരമില്ലാതെ ഞാനെങ്ങനെ ഇവിടെ വന്നിരിക്കുക? അസുഖം പിടിച്ചിരിക്കുന്ന ഒരാളെടുക്ക് എങ്ങനെയാണ് ശുദ്ധമായ ധർമ്മം ഉപദേശിക്കാൻ പറ്റുക? അപ്പോൾ ആയുർവേദം അവിടെ പഠിപ്പിച്ചു കൊടുത്തു. കൃത്യമായില്ലേ? ഇനി വരുന്നത് അടുത്തത് 2-3 തരത്തിൽ വിശദീകരിക്കാറുണ്ടെങ്കിലും വിദ്യ പറയുന്നത് ഇതെല്ലാം ഉണ്ടായാലും നമുക്ക് സ്വസ്ഥവൃത്തം എന്നൊരു സാധനം വേണം. അവിടെ രക്ഷയാണ് പ്രധാനം. മറ്റൊരാൾ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തെ സംരക്ഷിക്കണം, ധർമ്മത്തെ രക്ഷിക്കണം. ധർമ്മം എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന കർമ്മത്തെ രക്ഷിക്കേണ്ടത് എൻ്റെ ആവശ്യകതയാണ്, അല്ലേ? അപ്പോൾ എന്തിനു വേണം? ധനുർവേദം. ജയിക്കണ്ടേ? എൻ്റെ ധർമ്മം ചെയ്യാൻ തടയുമ്പോഴാണല്ലോ ശത്രു ആവുന്നത്. ആയുർവേദം എന്ന് പറയുന്നത് എൻ്റെ സുരക്ഷ, പോസിറ്റീവ് ആയിട്ടുള്ള ഹെൽത്തും, ധനുർവേദം എന്ന് പറയുന്ന ഒരു ഡിഫൻസിന്റെ ഒരു അഗ്രസീവ് ആയിട്ടുള്ള. എൻ്റെ ധർമ്മത്തിന് നിങ്ങൾ തടയിടാൻ വന്നാൽ ജയിക്കണ്ടേ? എൻ്റെ ധർമ്മത്തിന് വേണ്ടിയാണ് ആയുർവേദം. എൻ്റെ ധർമ്മത്തിന് എൻ്റെ ശരീരം ആവശ്യമാണ്. അപ്പോൾ സ്വധർമ്മം ചെയ്യണമെങ്കിൽ എന്ത് വേണം? ആയുർവേദമാണ് വേണ്ടത്. ശരിയല്ലേ? ശരീരം ഖലു ധർമ്മസാധനം. എൻ്റെ ധർമ്മത്തിന് ഉണ്ടായിരുന്നത് എൻ്റെ ശരീരമാണ്. അപ്പോൾ ആയുർവേദം പഠിപ്പിച്ചു. എൻ്റെ ധർമ്മത്തെ ഞാൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ തടയുമ്പോഴാണ് ശത്രു ആവുന്നത്. അപ്പോൾ ആ ശത്രുവിനെ തടയാൻ എനിക്ക് എന്ത് വേണം? കായികമായി ഇത് വേണം. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഞാൻ പഠിച്ചിരിക്കുന്നത്, എനിക്ക് മാർഷൽ ആർട്സ് സ്റ്റുഡൻ്റാണ് ഞാൻ നന്നായിട്ട്. അപ്പോൾ എന്തുകൊണ്ട് മാർഷൽ ആർട്സ് സന്യാസിക്ക് എന്തിനാവശ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സന്യാസിക്ക് വേണ്ടിയിട്ടല്ല, എൻ്റെ ധർമ്മം ചെയ്യുന്ന സമയത്ത് അതിന് ആരെങ്കിലും തടയിടാൻ വന്നാൽ മാനസികവും ശാരീരികവുമായ ബലം എനിക്ക് വേണ്ടതാണ്, അല്ലാതെ തല്ലാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ അവിടെ ധനുർവേദം വന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണ്ടത് സ്വസ്ഥവൃത്തനായിരിക്കാൻ സംഗീതമാണ്. ഒരു സമൂഹത്തിൽ സ്വസ്ഥവൃത്തനായിരിക്കാൻ ശരീരത്തിനും മനസ്സിനും സുഖം ചെയ്യാൻ സംഗീതമാണ്. സംഗീതം വന്നു. ഇതിനെല്ലാം ഉപരി ഒരു സാധനമുണ്ട്, രാഷ്ട്രമാണ് ഇതിനെല്ലാത്തിനും നിർത്തുന്നത്. അതുകൊണ്ട് അർത്ഥശാസ്ത്രം. ഈ 18 നിന്നാൽ, ഈ 14 നമ്മളുടെ ബേസ്. ഈ 14 പഠിച്ചു കഴിഞ്ഞാൽ ബേസിക്കലി ആയിട്ടുള്ള നോളജ് വന്നു കഴിഞ്ഞു. ഇതാണ് ഭാരതത്തിൻ്റെ അടിസ്ഥാന സിദ്ധാന്തം. ഇതിൻ്റെ ഉപരി ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്രകാരം എടുക്കാം. ഫിലോസഫി ഏത് വേണമെങ്കിലും എടുക്കാം, ദർശനങ്ങളിലേക്ക് കയറാം. ശ്രദ്ധിച്ചോളൂ, ഇത് കഴിഞ്ഞാലാണ് ദർശനങ്ങൾ. എന്നാലല്ലേ നിങ്ങൾക്ക് യുക്തിപൂർവ്വം നിങ്ങൾക്ക് ഇഷ്ടപ്രകാരം എടുക്കാൻ പറ്റൂ. അദ്വൈതം എടുക്കണോ, ബൗദ്ധം എടുക്കണോ, ജൈനം എടുക്കണോ, ഞാൻ പറയണമെന്നില്ല. നിങ്ങൾ പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് യുക്തിപരമായിട്ടുള്ള നിങ്ങൾ തിരഞ്ഞെടുത്തോളൂ. ഇപ്പോൾ നമ്മൾ എന്തല്ല എന്നുള്ളത് അൺലേൺ ചെയ്ത് ഒരു അങ്ങനെയാണല്ലോ നമ്മൾ ഇതല്ല എന്നുള്ളതിൽ നിന്നാണല്ലോ എന്ത് വേണം. അദ്വൈതത്തിൻ്റെ ഇതല്ല എന്നല്ല ഉദ്ദേശിക്കുന്നത്. നോക്കൂ, ഇതല്ല എന്ന് പറയണമെങ്കിൽ നിങ്ങൾക്ക് യുക്തി വേണ്ടേ? അപ്പോൾ യുക്തി വേണമെങ്കിൽ ഈ സാധനം മുഴുവൻ വരണ്ടേ? ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഇതൊന്നുമില്ലാതെ നേരെ പോയിട്ട് നമ്മൾ ഫിലോസഫി പഠിക്കും. ചിലപ്പോൾ ആദ്യം നമ്മൾ വേദങ്ങൾ മാറ്റി വെച്ചുല്ലോ, അതെന്തുകൊണ്ട്? നോക്കൂ, വിദജ്ഞാനി എന്ന അർത്ഥത്തിലാണ് വേദം എന്ന് പറയുന്നത്. നമ്മൾ ഈ പറയുന്ന സാധനം മുഴുവൻ നിൽക്കുന്നത് ഈ 4 ശരിക്കും ശ്രദ്ധിച്ചോളണം.
ഋക്ക് യജുസ് എന്നെല്ലാം പറയുന്നത് സാമാന്യം ഗ്രന്ഥമായിട്ടല്ല എടുത്തിരിക്കുന്നത്, നമ്മൾ ശ്രുതിയാണ്. ആ ശ്രുതിയുടെ ഏകീകരണം ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കി വെച്ചിരിക്കുന്നതാണ് ഈ 4 ഭാഗങ്ങൾ. ഈ 14 എണ്ണത്തിൽ കൂടെയാണ് നിങ്ങൾക്ക് ജ്ഞാനം എന്ന ഭാഗത്തെ തിരിച്ചറിയേണ്ടത്. ശരി. അപ്പൊ ഫലത്തില് 4 വേദങ്ങളും ഈ ബാക്കി 14 എണ്ണത്തിന്റെ സത്ത ഉൾക്കൊള്ളുന്നതാണ്. ഈ 14 എണ്ണം വന്നാൽ നമുക്ക് ഇതിനെ എങ്ങനെ കാണണം, ഏത് തരത്തിൽ കാണണം എന്നായി. അതിന് നിങ്ങൾക്ക് ഏത് ഫിലോസഫിയിലൂടെ പോവാം. നിങ്ങൾക്ക് സാഖ്യമായിട്ട് എനിക്ക് ദേവത ആവശ്യമൊന്നുമില്ല, എനിക്ക് ദേവതയൊന്നും അറിയാതെ തന്നെ ഈ ലോകത്തെക്കുറിച്ച് അറിഞ്ഞാൽ പഠിച്ചാൽ മതി. നിങ്ങൾ സാഖ്യത്തിലേക്ക് പോയിക്കോളൂ, അവിടെ ദേവത എന്നൊരു പേരേ ഇല്ല. നിങ്ങൾ സാഖ്യം പഠിച്ചോളൂ, ലൗകികമായ തലത്തിൽ മാത്രം പോയാൽ മതി. വിരോധമൊന്നുമില്ല. നിങ്ങൾ സാഖ്യ ദർശനം പഠിച്ചോളൂ, അവിടെ ദേവത ഒന്നും സാധനമില്ല. ഒരാൾ പറയുന്നു എനിക്ക് ദേവതയെ വേണം, ലൗകികമായണം, ശീശ്വരസാഖ്യമാണ് യോഗം, പഠിച്ചോളൂ, അകത്തുമുണ്ട് പുറത്തുമുണ്ട്. എനിക്ക് യുക്തി മാത്രം മതി, വേറെ വേണം. ന്യായം പഠിച്ചോളൂ, വിരോധമൊന്നും വേണ്ട, നിങ്ങൾക്ക് ഇതൊന്നും വേണമെന്ന് ഒരു നിർബന്ധമില്ല. ഒരു വ്യക്തി നിങ്ങൾ ഏത് ആശയമുണ്ടോ അതിൽ കൂടെ തന്നെ വരിക, ഇതിലൂടെ തന്നെ പോയാലൊന്നും ഒരു സാധനമില്ല അവിടെ. ആത്യന്തികമായി ഇതെല്ലാം കഴിയുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. അപ്പോൾ ദർശനം ഏതെടുക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കാം. നിങ്ങൾക്ക് ആ സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. ഞാൻ ചാർവാകനാണോ ആയിക്കോളൂ, വിരോധമൊന്നുമില്ല. ചാരുവായ വാക്ക് പറയുന്നതാണ്, ശുദ്ധമായ വാക്കുകൾ പറഞ്ഞുകൊണ്ട് ജീവിക്കുന്നവനാണ്. ഒരാളെയും ദ്രോഹിക്കില്ല, നല്ല വാക്കുകൾ പറഞ്ഞ് അവനവൻ്റെ കാര്യം ജീവിക്കുന്നു, അത്രയേ ഉള്ളൂ. അതന്നെയാണ് ചാരുവായ വാക്കാണ്. ഒന്നും ചെയ്യാനൊന്നുമില്ല. ഞാൻ എൻ്റെ ജീവിതം എനിക്ക് തോന്നുന്നു നമ്മളുടെ സമൂഹത്തിൽ തന്നെ കാണും, കൃഷ്ണേട്ടാ ഞാൻ ഒന്നും ചെയ്യാറൊന്നുമില്ല, എൻ്റെ ജീവിതത്തിൽ നന്നായിട്ട് ചെയ്ത് എൻ്റെ അച്ഛനും അമ്മേനെ നോക്കി ആളുകൾക്ക് നന്നായിട്ട് പറഞ്ഞു. സത്യം, കഴിഞ്ഞ പരിപാടി നിങ്ങളുടെ നിത്യോപാസനയാണ്. നന്നായിട്ട് ജീവിച്ചാൽ പോരെ, കടന്നു പോകാൻ വേണമെന്നില്ല, ഉപാസന ഒന്നുമില്ല. വേണമെന്ന് ആര് പറഞ്ഞു? ഇപ്പം എൻ്റെ അടുത്ത് പലരും ചോദിക്കും നിത്യോപാസന ഇല്ലാതെ പറ്റുമോ? ഒരു നിർബന്ധമില്ല, ഉപാസന ഉണ്ടാക്കണോ, ആയിക്കോളൂ. അപ്പൊ പല ഭക്തന്മാരും ഒരർത്ഥത്തിൽ ചാർവാകന്മാരുമാണ്. ആയിക്കോട്ടെ, ഞാൻ ഭക്തിയും ചാർവാകത്വവും തമ്മിൽ വ്യത്യാസമില്ല ചില സമയത്ത്. അതെ, നോക്കൂ, ഞാൻ എന്നും എൻ്റെ അമ്പലത്തിൽ പോകുന്നു, ഞാൻ തൊഴുന്നു, പിന്നെ ആരും ഉപദ്രവിക്കാതെ. ഇവിടെയാണ് രാജീജി പ്രശ്നം വെച്ചാൽ, ഭക്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എടുത്തിരിക്കുന്നത് ഏതോ ദേവന്റെ മുമ്പിൽ പോയി നമസ്കരിക്കുന്നതാണെന്ന് ചിന്തിക്കുന്നുണ്ടാ. ഭക്തി എന്ന് പറഞ്ഞാൽ ഭജ സേവന എന്നാണ് ധാത്വർത്ഥം. നിങ്ങളുടെ കർമ്മം കൊണ്ട് ലോകത്തെ സേവിക്കുക. അകർമ്മണ്യതയല്ല, ഭജ സേവന എന്നാണ് ധാതു. നിങ്ങൾ നോക്കൂ, ഇപ്പൊ നമ്മൾ 3 പേര് ഇരുന്ന് വർത്താനം പറഞ്ഞ സേവയാണ് ഒരു തരത്തിൽ. ഏതായിരിക്കും? ലോകത്തിന് നല്ലത് ചെയ്യണം. നമ്മൾ 3 തലത്തിലാണ് നിൽക്കുന്നത്. യു ആർ എ ഡോക്ടർ, ഞാനൊരു സന്യാസിയാണ്, ഒരു കുട്ടിയാണ്. ഈ 3 നിൽക്കുന്നത് ഭജ സേവ എന്നുള്ളതാണ്. ഭക്തിയാണ്, ആണോ? ഭക്തിയുടെ വേരിയേഷൻ മാത്രമാണ്, ശരിയല്ലേ? ആത്യന്തികമായിട്ട് ഇവിടെയാണ് എത്തുക. നിങ്ങൾ ഏത് വഴിക്ക് വന്നാലും ഇത് തന്നെയാണ്. ഫോർ എക്സാമ്പിൾ എത്തിയിസ്റ്റുകൾ എന്നൊന്നും പറയില്ലേ, ഭഗവത്ഗീതയിലെ ഭക്തിയോഗം നോക്കുമ്പോൾ അതിനകത്ത് ഭക്തി, നമുക്കറിയാവുന്ന ഭക്തിയെ പറ്റി ഒന്നും പറയുന്നില്ല. പകരം മനുഷ്യന്റെ ക്വാളിറ്റികളെ കുറിച്ചും ബാക്കിയുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നതിനെ കുറിച്ചൊക്കെയാണ് അതിൽ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ആചരണമാണെല്ലാം. ആത്യന്തികമായിട്ട് ഈ സേവയാണ്. നോക്കൂ, നമ്മളറിയാം മാനവസേവ, ലോകസേവ, മാനവസേവ എന്ന് പറയുന്നത് ഈ സേവ തന്നെയാണ്, ഭജസേവായം. അപ്പൊ പക്ഷെ ഈശ്വരന്റെ സേവ എന്നുള്ള നിലയ്ക്ക് പെട്ടെന്ന് അതിനെ ഇവിടെയാണ് ഈ ഈശ്വര ശബ്ദമാണ് എല്ലാവർക്കും വരുന്നത്. എല്ലാവരുടെയും വിചാരം എന്താ വെച്ചാൽ ഏതോ ലോകത്തിരുന്നുകൊണ്ട് നമ്മളെ നിയന്ത്രിക്കുന്നതായ ഒരു വ്യക്തി ഉണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. ബ്രഹ്മാണ്ടവും പിണ്ടാണ്ടവും, അതായത് അതിൻ്റെ തന്നെ ഭാഗമാണ് ഞാൻ. ഇത് തിരിച്ചറിവില്ല എന്ന് മാത്രമാണ്. ആ തിരിച്ചറിവിനാണ് ശാസ്ത്രങ്ങൾ. അപ്പം നമ്മൾ പറയും ഈശ ഐശ്വര്യേ ഷഡ്ഭാവവികാര ഹേതു, 6 ഭാവവികാരങ്ങളിൽ ചെയ്യുന്നവനാരോ അവൻ ഈശ്വരൻ. എങ്ങനെയുള്ളതാണ്? അസ്ഥി ജായത്തെ വിപരിണമത്തെ വർദ്ധത്തെ അപക്ഷയത്തെ നശ്യതി. ഉണ്ടാകുന്നു, ഉണ്ടായി, അതിൻ്റെ പരിണാമം സംഭവിക്കുന്നു, വർദ്ധിക്കുന്നു, ക്ഷയം സംഭവിക്കുന്നു, നശിക്കുന്നു, വീണ്ടും സൃഷ്ടി. ഈ ചക്രമാണ്. ഇത് നമ്മളിലും ലോകത്തും ഒരേപോലെയാണ്. നമ്മളുടെ അകത്തിരിക്കുന്ന അതേ സ്വരൂപം തന്നെയാണ് കുറച്ചു മുമ്പ് നമ്മൾ തുടങ്ങിയപ്പോൾ ഹൃദയത്തിലിരിക്കുന്ന അതേ സാംശം തന്നെയാണ് ലോകത്തിൽ എല്ലായിടത്തും ജനിപ്പിക്കുന്നത്. അപ്പോൾ ഈശ്വരൻ എല്ലായിടത്തും ഉള്ളമാരെ തന്നെ എൻ്റെ ഉള്ളിലുമുണ്ട്, ഞാൻ ഇതിലൊക്കെ തന്നെയാണ്. ഇത് തിരിച്ചറിഞ്ഞ് നിങ്ങൾ സേവ ചെയ്താൽ ലോകസേവയാണ്, ഈശ്വര സേവയാണ്. അതായത് ലോകത്തിൻ്റെ ക്രമത്തിന് അനുകൂലമായിട്ട് അതിനെതിരെ നിൽക്കാതെ നാരായണ ബാക്കിയിൽ ചെയ്യുന്ന അവനവൻ ആചരിക്കുന്നതെല്ലാം മറ്റുള്ളവർക്കും സുഖമായി വരണം എന്ന് പറഞ്ഞ മാതിരി തന്നെയാണ്. അത്രയേ ഉള്ളൂ. നമ്മുടെ കൺസെപ്റ്റുകളൊന്നും ഒരു ലീനിയർ അല്ല, അതൊരു ചാക്രികത ഉണ്ട് എന്നുള്ളത് നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരും ആണല്ലോ. കാരണം വെച്ചാൽ നോക്കൂ, നമ്മൾ ചെയ്യുന്നതെല്ലാം കർമ്മഫലം എന്ന് സ്വീകരിക്കുന്നതിൻ്റെ കാരണം നാം സൃഷ്ടിക്കുന്നതാണ് ലോകം. ലോക്യത്തെ ആലോക്യത്തെ ഇത് ലോകം. ഇപ്പോൾ നോക്കൂ, ഇത് നമ്മൾ 4 പേർ നമ്മളുടെ ലോകത്തായിരിക്കുന്നത്. ശ്രദ്ധിച്ചു നോക്കൂ, ആരുടെ? നമ്മളുടെ ലോകത്ത്. ഞാൻ ഉണ്ടാക്കിയ ലോകമാണ്. ഞാൻ, എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, ഇതാണ് നമ്മളുടെ ലോകം. ഈ ലോകം എങ്ങനെയാണ് തീരുമാനിക്കുന്നത് ഞാനാണ്. അതിൻ്റെ ഭവിഷ്യത്തെല്ലാം നമ്മളിലേക്ക് വരും, നമ്മൾ അങ്ങോട്ടും കൊടുക്കും, ശരിയല്ലേ? ഈ ലോകം കൃത്യമായ ഈ ലോകം ചേർന്നിട്ടാണ് ജഗത്തും വിശ്വമൊക്കെ വരുന്നത്.
വ്യക്തികൾക്ക് ലോകം അതിൻ്റെ കുറച്ചുകൂടെ ഒരുമിച്ച് വന്നിട്ടുണ്ടെങ്കിൽ വരലാണ് ജഗത്തായി ജഗത്ത്. വ്യാപിക്കുന്നത് വിശ്വമായി. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ലോകം നന്നായി കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിയുള്ളതെല്ലാം സ്വാഭാവികമായിട്ടും നന്നാവും. ലോകം എന്ന് പറഞ്ഞാൽ എൻ്റെ പെർസ്പെക്റ്റീവാണ് അതെ, ലോകം. ഇപ്പൊ നോക്കൂ, നമ്മൾ 3 പേരിയ്ക്കുന്നു, എൻ്റെ ലോകമാണ് നിങ്ങളുടെ. അപ്പം ഞാൻ പറയുന്നു ഈ ലോകം ഭംഗിയാക്കണം, അതിനാണല്ലോ നമ്മൾ ഇരിക്കുന്നത്. ഞാൻ നിങ്ങളുടെ ലോകം ഭംഗിയാക്കുന്ന സെക്കൻഡിൽ നിങ്ങളുടെ ലോകം സ്വാഭാവികമായിട്ടും ഭംഗിയായി കഴിയും. ഇനി ഒന്ന് സങ്കല്പിച്ചേ, ഇന്ന് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ, ഇപ്പൊ ഗ്ലോബൽ സിറ്റിസൺ എന്നൊക്കെ ഉള്ള ആശയങ്ങൾ ഇതിൽ തന്നെയാണല്ലോ ഉൾക്കൊള്ളുന്നത്. ആണല്ലോ, നമ്മളാണല്ലോ എവിടെ വരെയാണ് നമ്മുടെ ലോകം എന്നുള്ളത് നമ്മൾ പറയാറില്ലേ, നമ്മുടെ മൂക്കിൻ്റെ തുഞ്ചത്ത് വരെയാണ് മറ്റൊരാളുടെ ഇതെന്ന് പറയുന്ന മാതിരി തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന, ഇപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് പറയുന്നതാണ്, ഒരു കുട്ടി മോശമായി എന്ന് പറയാറുണ്ട് സാധാരണ കുട്ടികൾ, എൻ്റെ മകൻ ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറയാറുള്ളത്. അപ്പോൾ ഞാൻ സ്ഥിരം പറയുന്നൊരു സാധനമാണ്, നിങ്ങളുടെ ലോകത്തിൽ പെടുന്നതാണ് നിങ്ങളുടെ കുട്ടി. ആ കുട്ടി മോശമാണെങ്കിൽ നിങ്ങളുടെ ലോകത്തിൽ നിങ്ങൾ കാണുന്ന പെർസ്പെക്റ്റീവിലെ പ്രശ്നമാണ്, നിങ്ങൾ തിരുത്തും. മലയാളികളുടെ ഒരു പ്രത്യേകത പറയാം, ഇപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ക്ലാസ്സിൽ പറയുന്നൊരു സാധനമാണ്, എടാ ഞാനോ ഇങ്ങനെയായി, നീയെങ്കിലും ഇങ്ങനെ ആവാതിരിക്കും. ഇത് നമ്മളുടെ മലയാളികൾ സ്ഥിരമായി കേട്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം ക്ലാസ് എടുക്കുമ്പോൾ ഒരു അച്ഛൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ശരിക്കും ഭാഷ മോശമായിട്ട് ചോദിച്ചു, നിങ്ങൾ എന്തെങ്കിലും മോശമായിട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അച്ഛനന്മാർ നോക്കിയിട്ടില്ലേ? ഉണ്ട്. ഇന്നുവരെ എന്തെങ്കിലും കട്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ താൻ എന്തിനോടോ സ്വന്തം മോൻ്റെ അടുത്ത് എന്നെ പോലെ ആവരെന്ന് പറയുന്നത്? യു മസ്റ്റ് ഹാവ് ടു ബി പ്രൗഡ്. എന്നെക്കാട്ടിലും വലുതാവാൻ പറയൂ. നേരത്തെ പറഞ്ഞ പോലെ ശരി, വലിയ ശരിയിലേക്ക് എനിക്ക് നിന്നെ ഇതിനേക്കാട്ടിലും മുകളിൽ പോകാൻ പറ്റിയില്ല. പക്ഷേ ഞാൻ ജീവിതത്തിൽ നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. നിൻ്റെ അമ്മേനെ നോക്കിയിട്ടുണ്ട്, നിന്നെ നോക്കിയിട്ടുണ്ട്, എൻ്റെ അച്ഛനെ അമ്മേനെ എൻ്റെ കഴിവിൽ കൂടുതൽ നോക്കിയിട്ടുണ്ട്. എന്നെപ്പോലെ തന്നെ ആയിട്ട് എന്നെക്കാട്ടിലും മുകളിൽ കയറും. അല്ലാതെ ഞാൻ അവനെ കണ്ടു പഠിക്കാനല്ല പറയണ്ടേ. ഈ സാധനമാണ് ഇന്ന് കേരളത്തിൽ അബദ്ധമായിരിക്കുന്നത്. ഞാനും ഇങ്ങനെയായി, ഇനി അവനെ പോയി കണ്ടുപിടിക്കും, പറ്റില്ല. യു ഹാവ് ടു കറക്റ്റ് യുവർ സെൽഫ്. നിങ്ങൾ ആചരിച്ച് കാണിക്കൂ. ഇപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഞാൻ ആചരിച്ചത് കൊണ്ടാണ് പറയുന്നത് ഇങ്ങനെ മതി. ഞാൻ ആചരിക്കുകയില്ല, നിങ്ങൾ ചെയ്യാൻ പറയുമ്പോഴാണ് കുട്ടികൾ കൺഫ്യൂഷൻ ആവുക. കാരണം ഗ്യാരണ്ടി ഇല്ല. അവൻ കാണുന്ന അച്ഛനും അമ്മയും പറയുന്ന 24 മണിക്കൂറും കുറവാണ്. ഞാൻ ഇങ്ങനെ ആയിപ്പോയി. നിങ്ങൾ ഉപദേശിക്കുന്നതിന് മുമ്പ് നിങ്ങൾ കറക്റ്റ് ചെയ്യാൻ ബാധ്യസ്ഥനാണ്. കാരണം നിങ്ങളുടെ ലോകമാണ് നിങ്ങളുടെ കുട്ടി. ആ ലോകത്തിലൊരു കുട്ടി മോശമായാൽ എൻ്റെ കാരണം റെസ്പോൺസിബിലിറ്റി നിങ്ങളുടെയാണ്. നിങ്ങളുടെ ലോകം ശരിയായാൽ ഒരു അച്ഛനും അമ്മയുടെ ലോകം കുട്ടികളാണ്. അത് നേരെയായാൽ ആ കുട്ടികളുടെ ലോകം കൃത്യമായി. ഇനിയൊന്ന് സങ്കല്പിച്ചേ, ഓരോ ലോകങ്ങളും ഓരോ ഉണ്ടാക്കുന്ന എല്ലാം കൃത്യമായാൽ സഹജമായി നമ്മുടെ സമൂഹം കൃത്യമാവും. ഇവിടെ നമ്മൾ അങ്ങനെയല്ല ചെയ്യുക. എൻ്റെ ലോകം ഞാൻ തോന്നിയ പോലെ നടക്കുകയും ചെയ്യും, നീ നന്നാക്കുകയും വേണം. അപകടം എന്താ വെച്ചാൽ ആ കുട്ടിയുടെ ലോകം നിങ്ങളാണ്. നിങ്ങൾ നന്നാവാത്ത കാലത്തോളം ആ കുട്ടിയുടെ ലോകം ചീത്തയായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ റെസ്പോൺസിബിലിറ്റി ആരുടെയാണ്? ക്ലിയർ. ആ വാക്കിൽ തന്നെ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ടേ, ലോക്യത്തെ ആലോക്യത്തെ ഇതി ലോകഃ. എന്നാൽ ആലോചിച്ച് നോക്കി, ഒരു വ്യക്തി താൻ കാണുന്നതാണ് ലോകം, അതുകൊണ്ട് തൻ്റെ ധർമ്മം ചെയ്തുകൊണ്ട് ആ ലോകത്തെ സംരക്ഷിച്ചു കൊള്ളണം. അട്ടിവരായിട്ടാണ് പറയുന്നത്. അതിലൊരു അധികാരവും കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് അത് ചേഞ്ച് ചെയ്യാം. ആ ലോകം നിങ്ങളുടെ കയ്യിലായതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്. അല്ലാതെ ഇപ്പൊ നോക്കൂ, നിങ്ങൾ രണ്ടുപേരും എൻ്റെ ലോകത്തേക്ക് കയറി വരുന്നേ. ഇന്നലെ വരെ ഇല്ലാത്തൊരു ലോകത്തേക്ക് ഇപ്പം നമ്മൾ കയറി വരുന്നത്. കയറണോ എങ്ങനെ കയറ്റണം, ഏത് തരത്തിൽ കയറണം എന്ന് ഞാനാ തീരുമാനിക്കാം. അത് ലോക്യമല്ലെങ്കിൽ ആ ലോകം പുറത്താവും വ്യക്തി, അല്ലേ? ഇതാണ് മനോഹാരിത. നമുക്ക് നിർവചിക്കാവുന്നതാണ് നമ്മുടെ ലോകം. ആണല്ലോ. അതുകൊണ്ട് അതിൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, വേറെ ആരും കുറ്റം പറയാനും ഇല്ല. നിങ്ങളുടെ കുഴപ്പമാണ്. നിങ്ങളുടെ ലോകത്തിൽ എൻ്റെ കുടുംബത്തിൽ ഈ പ്രശ്നമാണ്, എൻ്റെ കുടുംബത്തിൽ ഈ പ്രശ്നമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉറപ്പിച്ചുകൊള്ളുക, ദർ ഈസ് സംതിങ് ഇൻ യുവർ ഓൺ. ഇപ്പോൾ നമ്മുടെ സങ്കല്പം നന്നായിരിക്കണം എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ ഗുരുക്കന്മാർ, ഇപ്പോൾ സ്വാമി നേരത്തെ പറഞ്ഞ പോലെ ഗുരുക്കന്മാർ അനുഗ്രഹിക്കുന്നത് ഹിതമായിട്ടുള്ളത് നിനക്ക് സംഭവിക്കട്ടെ എന്നാണല്ലോ. അതുകൊണ്ട് നിൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്നല്ലല്ലോ, നിനക്ക് ഹിതമായിട്ടുള്ളത്. അപ്പോൾ ഈ ഹിതത്തെയും സങ്കല്പത്തെയും തമ്മിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുമല്ലോ. ആ ഹിതമായിട്ടുള്ളതാണ് നടക്കണമെങ്കിൽ നമ്മുടെ നല്ല സങ്കല്പമായിരിക്കും. നല്ല സങ്കല്പമാണെങ്കിൽ ഹിതമായിട്ടുള്ള കാര്യങ്ങളെ ലോകത്ത് സംഭവിക്കുകയുള്ളൂ. അങ്ങനെ ഒരു രണ്ടും തമ്മിലൊരു പാരസ്പര്യം ഉണ്ടല്ലോ. സാധാരണ ഹിതകരമായതിപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് പറയുന്നൊരു സാധനമാണ്. അമ്പലത്തിലേക്കൊക്കെ പോകുമ്പോൾ, എല്ലാവരും അമ്പലത്തിൽ പൂജിക്കാൻ പോകുമ്പോൾ ഞാൻ സ്ഥിരമായിട്ട് പറയുന്ന, ദേവിയോട് പറയുന്നൊരു സാധനമാണ്. ചെറുപ്പം മുതൽ എൻ്റെ പാട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. എങ്ങാനും എനിക്ക് അബദ്ധം പറ്റിയാൽ ഞാൻ എൻ്റെ അമ്മേനെ നല്ല ചീത്ത പറയും. കാരണം എൻ്റെ പാട്ട് ഞാൻ 99.99 അല്ല, 100% ചെയ്തിട്ടാണ് ഞാൻ നിൻ്റെ മുമ്പിൽ വരുന്നത്. എന്നിട്ട് നീ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എനിക്ക് എൻ്റെ അമ്മ വേണ്ട. അത് എൻ്റെ സ്ട്രെങ്ത്താണ്. ഞാൻ ഭഗവതി അമ്മയായിട്ട് കാണുകയാണെങ്കിൽ ഐ ആം ചാലഞ്ചിങ്. എൻ്റെ ധർമ്മം പൂർണ്ണമായി വന്നതിന് ശേഷമാണ് ഞാൻ അവിടെ പോയി ചാലഞ്ച് ചെയ്യുന്നത്. ഈ സാധനം ഉണ്ടായാൽ മതി. അതായത് രാവിലെ എണീക്കുമ്പോൾ എൻ്റെ ഷെഡ്യൂൾ എന്താണെന്ന് വെച്ചാൽ സ്ഥിരമായിട്ട് പറയുന്നുണ്ട്, രാവിലെ എണീക്കുക, താങ്ക്സ് ഫോർ ദി ഡേ.
വൈകുന്നേരം കിടന്നുറങ്ങുമ്പോഴത്തേക്കും ഞാൻ 11:45 12, ഇന്നലെ 1:15 താങ്ക്സ് ഫോർ ദിറ്റ്, ഐ ഹാഡ് ഡൺ മൈ പാർട്ട്. ഞാൻ നാളെ കിട്ടുകയാണെങ്കിൽ, ഒരു ദിവസം കിട്ടുകയാണെങ്കിൽ കാണാം കേട്ടോ. എനിക്ക് നാളത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട, എന്നാലാവുന്ന ഞാൻ ഇന്ന് തീർത്തട്ടെ, ഞാൻ കിടക്കും. നാളത്തേക്ക് എന്നൊരു സാധനം ഞാൻ വെക്കില്ല. നാളെ എന്നൊരു സാധനം ഇല്ല എന്നെ സംബന്ധിച്ചിടത്തോളം. ഇവിടെയാണ് നമ്മൾ ജയിക്കുന്നത്. നിങ്ങളുടെ ധർമ്മം ഇന്നത്തെ തീർക്കാനുള്ള തീർത്തിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നാളെ ഹിതം ഇച്ഛ എന്നൊരു പ്രശ്നം ഉദിക്കില്ല. എന്തുകൊണ്ടായിരിക്കും? ഇത് ചെയ്താൽ ഇത് കിട്ടുന്ന നിങ്ങൾക്ക് സാമാന്യ ബുദ്ധിയുള്ള നിങ്ങൾക്കറിയാം. ആണോ അല്ലയോ? നിങ്ങൾക്ക് കിട്ടാതെ വരുന്നപ്പോഴായിരിക്കും നിങ്ങൾ സംശയമുള്ളപ്പോൾ. റൈറ്റ് അല്ലേ? എളുപ്പം പറയാം. നിങ്ങൾക്കൊരു കാര്യം ചെയ്യണമെന്ന് വിചാരിക്കും. നിങ്ങൾ എന്താ ചെയ്യുമ്പോൾ ഒരു ടോസ് അടിക്കാമെന്ന് പറയും. റൈറ്റ് അല്ലേ? ഈ ടോസ് മുകളിലേക്ക് പോയി മുകളിലെത്തുമ്പോൾ നിങ്ങളുടെ ഉള്ളിലൊരു ഹെഡ് ആൻഡ് ടെയിൽ വരും. വേണ്ടത് ടോസാണോ തീരുമാനിക്കുന്നത്, നിങ്ങളാണോ തീരുമാനിക്കുന്നത്? എക്സാക്ട്ലി എത്രയേ ഉള്ളൂ. നിങ്ങൾക്കറിയാം ശരിയും തെറ്റും എന്താണെന്ന്. ബട്ട് യു ആർ ഡിപ്പെൻഡിങ് സംതിങ്. റെസ്പോൺസിബിലിറ്റി അതിലേക്ക് വിട്ടാൽ എളുപ്പമുണ്ട്. നിങ്ങളുടെ ഒളിച്ചോട്ടാണ് ടോസ്. ഞാൻ ചോദിക്കാറുണ്ട്, എൻ്റെ അടുത്ത് ചോദിച്ചാൽ പറയും ഇത് മതി. എന്നെ സംബന്ധിച്ചോളം എൻ്റെ ഓപ്ഷനല്ല, ഞാൻ ഡിസൈഡ് ചെയ്യുന്നതാണ്. ഐ എം ടേക്കിംഗ് ദ റെസ്പോൺസിബിലിറ്റി. ടോസ് പോലെയാണ് മറ്റൊരാളോട് ഒപ്പീനിയൻ ചോദിക്കുന്നത് പോലും ഒരർത്ഥത്തിൽ ടോസിംഗ് ആണ്. നമുക്ക് അഡ്വൈസ് ചെയ്യും, ഡിസിഷൻ എൻ്റെ ആയിരിക്കും. ഇല്ലെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തെറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ രാജീവനെ കുറ്റം പറയും. നോ, ഐ വിൽ ആസ്ക് സംതിങ്. എനിക്ക് ഈ വിഷയത്തെക്കുറിച്ച് ഓണർഷിപ്പ് വേണ്ടാത്തതുകൊണ്ടാണ്. അതെ, അതാണ് കളിക്കുന്ന കളിയാണ്. അതെ. അപ്പോൾ ഞാൻ പറയുന്നത് ഐ എം ടേക്കിംഗ് ദ റെസ്പോൺസിബിലിറ്റി. ഇപ്പം ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ അതിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഐ എം ടേക്കിംഗ് ദ റെസ്പോൺസിബിലിറ്റി ബിക്കോസ് ഐ എം സിറ്റിംഗ് ദർ. എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അവിടെ എന്തിനും ഇപ്പോൾ ഞാൻ വയനാട് ക്ലാസ് എടുക്കുമ്പോൾ ഹംസാനന്ദ സ്വാമിജി ബാക്കിയെല്ലാം സപ്പോർട്ട് ചെയ്ത് എല്ലാത്തിനും സജഷൻ ചെയ്യുമ്പോഴും ക്ലാസ്സിൽ എന്ത് വന്നാലും ഐ എം ടേക്കിംഗ് ദ റെസ്പോൺസിബിലിറ്റി, ക്യാൻ ആസ്ക് എനി ടൈം. ഇതെൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇപ്പോൾ ഇവർ സംശയം ചോദിക്കുമ്പോഴും ഞാൻ പറയുന്നതാണ്, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ വിഷയത്തിൽ വന്നാൽ എൻ്റെ നമ്പർ എപ്പോൾ വേണമെങ്കിലും വിളിച്ചോളൂ. ദാറ്റ്സ് മൈ റെസ്പോൺസിബിലിറ്റി. ഇതെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളത്തേക്ക് ചിന്തിക്കേണ്ട. കാരണം ഞാൻ എൻ്റെ പണി എടുത്തിട്ടുണ്ട്. അത് കിട്ടിയേ തീരും. കിട്ടുമല്ലയോ? കിട്ടും. സാധാരണ നമ്മൾ ഈശ്വരൻ, ദേവത എന്നൊക്കെ നമ്മൾ സംസാരിക്കും. നേരത്തെ അങ്ങ് പറഞ്ഞതുപോലെ ഗുരുക്കന്മാർ ശിഷ്യരോട് പറയാണ്, നിങ്ങൾ കാരണം എൻ്റെ കണ്ടത്തിൽ ദേവത വന്നതിന് ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു എന്നുള്ള രീതിയിൽ പറയുന്നു. അപ്പം അവിടെ ദേവതയ്ക്കൊരു വ്യക്തിഭാവം വരുന്നുണ്ട്. അപ്പം നമ്മളെങ്ങനെ അറിയും ഇവിടെ ഒരു ദേവതാ സാന്നിധ്യമുണ്ട്, നമ്മൾ അത് മാനിഫെസ്റ്റഡ് ആയി എന്നാണ് അറിയുന്നതിൻ്റെ സൂചനകൾ എന്താണ്? എൻ്റെ ഗുരുനാഥൻ തന്നെ പറഞ്ഞ ഒരു രസകരമായ സാധനമാണ്. ഇങ്ങനെ ട്രെയിൻ യാത്രയിൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ 2-2.5 മണിക്കൂർ യാത്ര. അദ്ദേഹം ഇങ്ങനെ കയറി വരുന്നു, ഞാനവിടെ ഇരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടേയും കൂടെ വർത്തമാനം പറഞ്ഞു തുടങ്ങി. സ്വാഭാവികമായിട്ടും ദേവിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, മനോഹരമായിട്ട് പറഞ്ഞു. അദ്ദേഹം ഇറങ്ങാൻ നേരത്തെ എൻ്റെ അടുത്ത് ചോദിച്ചു, ദേവി ഇല്ലെങ്കിൽ നിൻ്റെ ഇഷ്ടദേവത ഉണ്ടെന്ന് എങ്ങനെയാണ് നീ തിരിച്ചറിയുക നമ്മളുടെ കൂടെ എന്ന് ചോദിച്ചു. ഇത്ര നേരം ഇരുന്നില്ലേ ചോദിച്ചു. അപ്പോൾ ഞാൻ ചിരിച്ചിട്ട് പറഞ്ഞു, എന്നെ പഠിപ്പിച്ച ഗുരുനാഥനിൽ കമൻറ്റ് പറയാൻ എനിക്ക് വയ്യ, അങ്ങനെ തന്നെ എനിക്ക് പറഞ്ഞു തരുന്നു. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ദേവത എന്ന് പറയുന്നത് ഈശ്വര സങ്കല്പം, കാലദേശാദിൻ്റെ അപ്പുറമാണ്. കാലവും ദേശവും ഒന്നും ഈശ്വരനിലേക്ക് ലയിപ്പിക്കാൻ പറ്റില്ല. ഏത് വ്യക്തിയുടെ കൂടെ ഇരിക്കുമ്പോഴാണോ നിങ്ങൾക്ക് കാലദേശങ്ങളെ അപ്രത്യക്ഷമായിട്ട് സമയം പോയത് അറിഞ്ഞില്ല എന്നൊരു തോന്നലുണ്ടാവുക, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഉള്ളിലൊരു ആനന്ദം ഉണ്ടാവുക, പോകണമെന്ന് തോന്നാതിരിക്കുക. അതായത് ഈ റൂമിൽ നിന്ന് ഇറങ്ങണ്ടായിരുന്നല്ലോ, അല്ലെങ്കിൽ അവനിൽ നിന്ന് വിടണ്ട എന്ന് തോന്നുന്നത്, അവിടെ ഈശ്വരാധീനവും ഗുരുപാദവും ഉണ്ടെന്ന് ഉറപ്പിക്കാം. അല്ല എങ്കിൽ നിങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവും, എങ്ങനെയെങ്കിലും ഇറങ്ങി ഓടിയാൽ മതി. ഈ അവസ്ഥ ഉണ്ടെങ്കിൽ ഉറപ്പിക്കാം, ഗുരുപാദകം നിങ്ങളുടെ ശിരസിന് മുകളിലും ദേവത സാന്നിധ്യത്തിലുണ്ടെന്ന്. അവനെൻ്റെ വാക്ക് മറ്റൊരാളുടെ ഹൃദയത്തിൽ തട്ടിയാൽ ഉറപ്പിക്കാം. ഈ വിഷയം മാത്രം ചിന്തിച്ചാൽ ഈശ്വരാധീനം ഉണ്ടാവും. അത്ര മാത്രം അറിഞ്ഞാൽ മതി. എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ തുടങ്ങിയിട്ട് ഏകദേശം ഇത്ര സമയമായി. സമയകാലങ്ങളെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. സമയം പോയല്ലേ എന്ന് തോന്നും. ബാധ്യത ഉണ്ടാവില്ല, ഭാരം തോന്നില്ല. ഇത്ര കഠിനമായ വിഷയങ്ങൾ നിങ്ങൾക്ക് ഭാരമാണെന്ന് തോന്നുകയില്ല. അതിങ്ങനെ ഒഴുകുന്ന മാതിരി തോന്നും, ഗംഗ പ്രകാരം ഒഴുകുന്നു. ആ സാന്നിധ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം, വിദ്യയ്ക്ക് മുകളിൽ ഗുരുപാദകം തലയ്ക്ക് മുകളിൽ. എത്ര സുന്ദരമായിട്ടുള്ളൊരു സങ്കല്പമാണ് ഈശ്വരൻ്റേത്. അതായത് കാലം നമുക്ക് തോന്നിക്കാത്ത വിധം സമയം പോയത് അറിയാതെ ഇരുത്തുന്ന നിമിഷങ്ങൾ, ആ മനോഹരമായ നിമിഷങ്ങൾ ഭാരമില്ലാതെ ലളിതമായി കടന്നു പോകുന്നതിൻ്റെ സുഖം ഞങ്ങളിപ്പോൾ രണ്ടുപേരും അനുഭവിച്ചു. ഭാരതീയ ജ്ഞാനം ഒരു ബാലികേറ മലയാണെന്ന് തോന്നുന്നിടത്ത് ഇത് സാധ്യമാണെന്ന് തോന്നിക്കുന്ന അത് വളരെ അനായാസമായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു എന്ന് മാത്രമല്ല,
വല്ലാതെ കൊതിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഈ യാത്ര നടത്താൻ. നമുക്കൊക്കെ എത്രത്തോളം സാധ്യമാണെന്നുള്ള ഭയം വരുമ്പോൾ തന്നെ ഇതത്ര ബുദ്ധിമുട്ടുള്ളതല്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്ന ആ കാരുണ്യം, സമാധാനം, ആനന്ദം, ഭാരരാഹിത്യം ഇതൊക്കെ ഞങ്ങൾ അനുഭവിച്ചു. ഇതിന് സ്വാമിജിക്ക് ഞങ്ങളുടെ നന്ദി. ഇവിടെ ഈശ്വരൻ്റെ സാന്നിധ്യമുണ്ടെന്നുള്ളത് എൻ്റെ തെളിവായിട്ട് ഈ സമയം പോയതറിയാത്ത ഈ ചർച്ചയ്ക്ക് അങ്ങേക്ക് വീണ്ടും ഞങ്ങളുടെ പ്രണാമം. നമോ നാരായണ.